നല്ല നമസ്കാരം. ചിരിക്കാനുള്ളൊരു വാർത്തയുമായിട്ടാണ് വരുന്നത്. പിന്നെ വയനാട്ടിൽ ഭയങ്കരമായ കരച്ചിലിൻ്റെ വിലാപത്തിൻ്റെ ദുഃഖത്തിൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയ വിറങ്കൽ എന്താ പറയുക തകർന്നു നിൽക്കുമ്പോൾ സംഘിക്കൂട്ടങ്ങൾ സംഘിപ്പടകൾ പടച്ചുവിട്ട ഒരു വാർത്തയുണ്ട്. അത് വായിച്ചോ കേട്ടോ എനിക്കറിയില്ല. വാർത്ത ഇങ്ങനെയാണ്, പിന്നെ ബീഫ് കഴിച്ചതിനുള്ള പ്രതിവിധി പകരമായിട്ടാണ് ഈ വയനാട് സംഭവിച്ചതെന്ന്. ഇത് മലപ്പുറത്ത് സംഭവിക്കേണ്ടതായിരുന്നു എന്നൊരു വാർത്ത സംഘിക്കൂട്ടങ്ങൾ സംഘിപ്പടകൾ പടച്ചുവിട്ടിട്ടുണ്ട്. ഇതിലെ സംഘിക്കൂട്ടരെ ചേട്ടന്മാർ നിങ്ങൾ ഈ മണ്ടത്തരമൊന്നും ഇങ്ങനെ അടിച്ചിറക്കി വിടരുതേ. കാര്യം ബീഫ് കഴിച്ചവർക്കുള്ള ശിക്ഷയാണെങ്കിൽ ഇപ്പോൾ അതാ ഇവിടെ ഉത്തരാഖണ്ഡിലൊക്കെ മേഘവിസ്ഫോടനം നടന്ന് ഒത്തിരി വീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ കൂടെ മരിച്ചത് നിങ്ങൾ മനസ്സിലായി, മറ്റേ മുസ്ലിങ്ങൾക്കിട്ട് കൊട്ടിയെ കൊട്ടാണെന്നറിയാം. എന്ന് പറഞ്ഞാൽ അവർ ബീഫ് എൻ്റെ സഹോദര ബീഫ് കഴിക്കുന്നത് നിൻ്റെ കൂട്ടത്തുള്ള ചേട്ടന്മാരും സംഘികളും ഹൈന്ദവനൊക്കെ ബീഫും ചിക്കനും ബിറോട്ടയൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം അവിടെ വരേണ്ടത്. ഞാൻ പറയുന്നത് ഇത്രത്തോളം മനസ്സ് മരവിപ്പിച്ച മനസ്സ് മുരടിച്ചൊരു വർഗമായി നിങ്ങൾ മാറിയുള്ളൂ എന്നാണ്. ഈ വയനാട്ടിൽ മരിച്ചപ്പോഴും അവിടെ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ഒരു ജാതി നോക്കാതെ മരണത്തോട് മല്ലടിക്കുന്ന രക്ഷപ്പെടുത്താൻ വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ ഹോസ്പിറ്റലിൽ രക്തത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഒരു മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഹൈന്ദവനെന്നോ നോക്കാതെ മത്സരിച്ച് രക്തം കൊടുക്കാൻ ഓടിയ മനുഷ്യൻ്റെ മാനവ സന്തോഷത്തെ ഓർക്കാതെ അതിലും ഒരു കരട് കണ്ടെത്തി അതിലൊരു വിഷം കണ്ടെത്തിയ ഹൈന്ദവ സംഘിക്കൂട്ടങ്ങളുടെ മനസ്സിനെ പഠിക്കാൻ വേറൊന്നും വേണ്ട. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എത്രത്തോളം മനസ്സ് മുരടിച്ചൊരു വർഗമായി മാറിയല്ലോ എന്നാണ്. മലപ്പുറത്ത് മരിച്ചാലും കൊയിലാണ്ടി മരിച്ചാലും തിരുവനന്തപുരത്ത് മരിച്ചാലും ഉത്തരാഖണ്ഡ് മരിച്ചാലും മൃഗങ്ങളൊന്നുമല്ല, മനുഷ്യരാണ്. ചിന്തിക്കലും കഴിവുള്ള, കരയുവാൻ കണ്ണുള്ള, കരയുമ്പോൾ കണ്ണുനീര് വരുന്ന, ഉറ്റവ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മാറത്തടിച്ച് വിലപിക്കുന്ന മനുഷ്യനാണ്. കൊയിലാണ്ടിയിലായാലും കോഴിക്കോടായാലും കാസർഗോഡായാലും പിന്നെ മലപ്പുറത്തായാലും വയനാടായാലും മരിക്കുന്നത് മനുഷ്യരാണ്. ഇവിടെ അമ്മയപ്പന്മാരുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോയ ഈ വാർത്ത പടച്ചുവിട്ട നിൻ്റെയൊക്കെ മനസ്സുണ്ടല്ലോ, അത് ഈ സമ്മതിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ബീഫ് കഴിച്ചവർക്കാണ് ഇത് സംഭവിച്ചു എന്ന് വന്നാലുണ്ടല്ലോ, നിങ്ങൾക്കറിയോ സംഘിക്കൂട്ടങ്ങളെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റിവിടുന്ന രാജ്യം ഇന്ത്യയാണ്. അതിന് കൂട്ടു നിൽക്കുന്ന അറിയാമോ? ഇവിടുത്തെ സംഘിക്കൂട്ടങ്ങളാണ്, ഭരണകർത്താക്കന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, ബീഫ് മറ്റ് രാഷ്ട്രങ്ങളിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റിവിടുന്ന രാജ്യമാണെന്ന് ഇന്ത്യ പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് കയറ്റിവിടുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് സീലടിച്ച് പിന്നെ ഇവിടെ നിന്ന് കയറ്റി വിടുന്നത് എന്താ പറയണത് കടൻ്റെ അടിയിൽ കൂടെയുള്ള തുരങ്കം കൂടെ ഒന്നും അല്ല, നല്ല എന്താ പറയുക പ്ലെയിനിലും എയർപോർട്ട് വഴിയൊക്കെയും കപ്പൽ വഴിയൊക്കെയാണ് പോകുന്നത്. ഇതിനൊക്കെ എമിഗ്രേഷനും ഇതിനൊക്കെ സമ്മതം കൊടുക്കുന്നതായിരുന്നറിയാമോ ഈ രാജ്യത്തിലെ ഭരണകർത്താക്കന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമാണ്. എന്നിട്ടും പറയുകയാണ് പാവപ്പെട്ട അവിടെ കിടന്ന് മണ്ണിനടിയിൽ ഇന്ന് 3 ദിവസമായി വല്ലാതെ നോവനുഭവിക്കുമ്പോൾ താൻ അവിടെ ഇരുന്ന് കസേരയുടെ മുകളിൽ കാലും വച്ചിരുന്നു കൊണ്ട് ഈ മാനവൻ്റെ കണ്ണുനീര് കാണാതെ അത് മനുഷ്യൻ കിടന്ന് നിലവിളിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ കിടന്ന് ദുഃഖം അനുഭവിക്കുമ്പോൾ മനുഷ്യൻ ഒന്നടങ്കം ഈ സങ്കടത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളക്കരല്ല ലോകത്തിലെ മലയാളികളും മറ്റു ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അവൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കേണ്ട താങ്കളും അവൻ്റെ കരച്ചിലിനോട് കൂടെ കരയേണ്ട താങ്കളുടെ ഈ സമയമുണ്ടല്ലോ, അവൻ്റെ മരണത്തെ കൈകൊട്ടി ഘോഷിക്കുന്ന തൻ്റെ മനസ്സുണ്ടല്ലോ, അത് സത്യത്തിൽ ഞാൻ പറയാം നിങ്ങൾക്ക് മാത്രമേ കടിയത്തുള്ളൂ കേട്ടോ. ബീഫ് കഴിക്കുന്നതുകൊണ്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഇത് കടിയത്തുള്ളൂ. സമ്മതിച്ചു. ഇനി ഇങ്ങനെ നിങ്ങളുടെ സ്വഭാവമൊക്കെ ഇങ്ങനെയൊക്കെ പുറത്ത് വിടുന്നുണ്ടല്ലോ, അത് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ.